പാലക്കാട് മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് തങ്കപ്പൻ സ്ഥാനാർത്ഥിയായേക്കും. തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. തൃത്താലയിൽ VT ബൽറാം വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങും. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ഷംന, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം UDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരുപാട് വിയർക്കുന്നത് കണ്ടതാണ്. അവിടേക്ക് DCC അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കാനുള്ള നീക്കമാണോ കോൺഗ്രസിൽ നിന്നുണ്ടാവുന്നത്? വിവരങ്ങൾ ഐഷത്തുൽ ഷംന. തീർച്ചയായും പാലക്കാട് മണ്ഡലം ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ ഈ BJP കോൺഗ്രസ് ശക്തിയുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാഹുലിനെ വേണ്ട, അതിൽ ചില നേതാക്കൾക്കൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഒറ്റക്കെട്ടായി അവർ പ്രവർത്തന രംഗത്തിറങ്ങുന്നു. രാഹുൽ മിന്നും ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചെടുത്തത്. പക്ഷേ അതിൽ പിന്നീട് രാഹുലിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ, വിവാദങ്ങൾ, കേസുകളൊക്കെ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് അടുത്ത സ്ഥാനാർത്ഥി ആരാകുമെന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഒരു ഘട്ടത്തിൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ ഇറക്കാനുള്ള ഒരു നീക്കം പോലും കോൺഗ്രസ് നടത്തുന്നതായി ചില ചർച്ചകളൊക്കെ അല്ലെങ്കിൽ അത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴെന്തായാലും ഈ ഉണ്ടായ കോൺഗ്രസിനുണ്ടായ ക്ഷീണം അത് തീർക്കാൻ DCC പ്രസിഡന്റിനെ തന്നെ രംഗത്തിറക്കുമെന്നാണ് സൂചന. ഈ തങ്കപ്പനെ, DCC പ്രസിഡന്റ് തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ദീപാദാസ് മുൻഷി എത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ അവരെ അറിയിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന്, ഇത്തവണ മുസ്ലിം ലീഗ് അവരുടെ സീറ്റ് ആവശ്യം അത് വളരെയധികം ഉയർത്തിയിരുന്നു. മണ്ണാർക്കാടിന് പുറമെ അവർക്ക് വിജയ സാധ്യതയുള്ള ഉറപ്പുള്ള ഒരു മണ്ഡലം തരണം, അത് പട്ടാമ്പിയായിരുന്നു ലീഗിന്റെ ആവശ്യം. എന്നാൽ അത് ലീഗിന് കൊടുക്കില്ല എന്നുകൂടി ഇപ്പോൾ ആ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ അവിടെ വേണമെന്നാണ് നേതൃയോഗത്തിന്റെ തീരുമാനം. എന്തായാലും ഈ മറ്റൊന്ന് ശരി, ഐഷത്തുൽ ഷംന പാലക്കാട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.